ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഴങ്കഞ്ഞി കുടിക്കാറുണ്ട് കേട്ടോ. വീട്ടിലെന്തെങ്കിലുമൊക്കെ കറികൾ ബാക്കി വന്നാൽ ഞാൻ പറയും നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാം. എനിക്കുള്ള ചോറ് മാറ്റിയിട്ടിരുന്നാൽ മതിയെന്നേ. അപ്പോൾ ഇന്നും നമുക്ക് അടിപൊളി പഴങ്കഞ്ഞിയാണ്. നല്ല ചൂട് സമയമായതുകൊണ്ടേ പഴങ്കഞ്ഞി കുടിച്ചാലും കുടിച്ചാലും മതിയാവാത്തത് പോലെയാണ്. അങ്ങനെ നമുക്ക് പഴങ്കഞ്ഞി ഒഴിച്ചു. ഇത് തലേ ദിവസത്തെ രസമാണ് കേട്ടോ. പഴങ്കഞ്ഞിക്ക് സത്യം പറഞ്ഞാൽ ഈ തലേ ദിവസം വറ്റിച്ച് വെച്ച മീൻ, തൈര് ഇതൊക്കെയാണ് ഭയങ്കര ടേസ്റ്റ്. തൈര് ഒഴിച്ചു, രസം ഒഴിച്ചു, അച്ചാറിട്ടു. പിന്നെ ഇവിടെയാണെങ്കിലും ഉണ്ടല്ലോ അമ്മ ഇങ്ങനെ പൊടിയുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അതിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് മിക്ക സാധനങ്ങളിലും അമ്മ എടുക്കുന്നത്. അങ്ങനെ ഉപ്പൊഴിച്ചു. ഇനി ഈ സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇച്ചിരി ചെറിയ ഉള്ളിയും പിന്നെ കാന്താരി പിന്നെ കുറച്ച് ചക്കയോ കപ്പയോ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാവും. ഇതിന് ഒട്ടും കുറവില്ല കേട്ടോ. ഞാൻ ഈ കലക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ തോരനും കൂടെ കൊണ്ടുവന്നത്. തോരൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ ഞാനങ്ങ് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ തോരനും പിന്നെ ലേശം മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ എല്ലാം കൂടെ 2 ദിവസമായിട്ട് വെച്ചിരിക്കണോണ്ടേ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ വറ്റിച്ച് വെച്ചിരിക്കുന്ന മീൻ അത് പഴങ്കഞ്ഞിയുടെ കൂടെ ഇങ്ങനെ കഴിക്കണം. എൻ്റെ പൊന്നോ, അത് മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട മീൻ കറി, ഹോ ഒന്നും പറയാനില്ല, അടിപൊളി.